ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സൺ ടാനിങ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സൺ ടാനിങ് എന്താണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ടാൻ ഉണ്ടാവാം, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ എക്സ്പ്ലനേഷൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന സൺ ടാനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അപ്പം എങ്ങനെ സ്കിന്നിനെ സൺ റേസിൽ നിന്ന് അല്ലെങ്കിൽ UV റേഡിയേഷൻസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? സൺസ്ക്രീൻ അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. രണ്ട് രീതിയുണ്ട്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള രീതി, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, വെയിലുള്ളപ്പോൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക, സൺഗ്ലാസസ് യൂസ് ചെയ്യുക, ഫുൾ സ്ലീവ്സ് ഡ്രസ്സസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ മെത്തേഡ്സിനകത്ത് നമുക്ക് വരുന്നത്. അല്ലാതുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നമ്മൾ ഒരു സൺസ്ക്രീൻ നമ്മൾ മേടിക്കുന്നത് മുതൽ അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്താണ് സൺസ്ക്രീൻ, മാർക്കറ്റിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇന്ന് അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്? അതായത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു ടേമും സൺബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ടേമും. ദെൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. അതായത് കെമിക്കൽ സൺസ്ക്രീൻസും ഉണ്ട്, ഫിസിക്കൽ സൺസ്ക്രീൻസും ഉണ്ട്. നമ്മൾ കൂടുതലും ഇപ്പോൾ കണ്ടുവരുന്നത്, അതായത് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ കെമിക്കൽ സൺസ്ക്രീൻ. സൺ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഞാൻ കെമിക്കൽ സൺസ്ക്രീനിൻ്റെ കാര്യങ്ങൾ പറയാം. സോ കെമിക്കൽ സൺസ്ക്രീനകത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതർ ഓക്സി ബെൻസോൺ അല്ലെങ്കിൽ അവോ ബെൻസോൺ എന്ന് പറയുന്ന കെമിക്കൽ ആയിരിക്കും അതിൽ വരിക. എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഈ കെമിക്കൽ സൺസ്ക്രീൻസ് ആക്ട് ചെയ്യുന്നത്? അതായത് എപ്പോഴും നമ്മളൊരു കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകും, അതായത് അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് പോകും. എന്നിട്ട് അകത്ത് നിന്നാണ് ഇത് UV റേസ് അല്ലെങ്കിൽ ആ ഒരു സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ റേഡിയേഷൻസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോയതിന് ശേഷം ഇത് അകത്തിരുന്നിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി റെസിസ്റ്റൻസിന് പുറമെ ഒരു UV റേഡിയേഷൻ അല്ലെങ്കിൽ എനിത്തിങ് ഹാർംഫുൾ റേസ് നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് വീഴുമ്പോൾ ആ UV റേഡിയേഷൻസിനെ ഇത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഹീറ്റായിരിക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. ആക്ച്വലി ഇതാണ് ഒരു കെമിക്കൽ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്കിന്നിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നാൽ സൺബ്ലോക്ക് എന്ന് പറയുന്ന ഇതിലോട്ട് വന്നു കഴിയുമ്പം അതൊരു ഫിസിക്കൽ സൺസ്ക്രീൻ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിന് മുകളിൽ നമ്മൾ ആ ഒരു സൺസ്ക്രീൻ പുരട്ടി കഴിഞ്ഞാൽ അത് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകില്ല, അത് പുറമേ തന്നെ നിൽക്കും. പുറമേ തന്നെ നിന്നിട്ട് ഈ വരുന്ന റേഡിയേഷൻസിനെ അത് പുറമേ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് UV റേസിനെ സ്കിന്നിന് അകത്തോട്ട് വിടാതെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താണ് ഒരു സൺ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതിനെ ഫിസിക്കൽ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺബ്ലോക്കിനകത്ത് ടൈറ്റേനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ആണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരിക. സോ അതുകൊണ്ട് തന്നെ ഈ മിനറൽസ് ആണ് ഇതിനകത്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും എപ്പോഴും ഈ ഒരു സൺബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻസിൻ്റെ കേസ്. സോ ഇതാണ് ബേസിക്കലി ഒരു സൺബ്ലോക്കും സൺസ്ക്രീനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കെമിക്കൽ സൺസ്ക്രീനിനേക്കാളും ബെറ്റർ ആയിട്ട് എല്ലാവരും പറയുന്നത് ഒരു സൺബ്ലോക്കിനെയാണ്. സോ നിങ്ങൾക്ക് സൺസ്ക്രീനും സൺബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൺസ്ക്രീനിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. അതായത് ഏതൊരു സൺസ്ക്രീൻ നമ്മളിന്ന് മാർക്കറ്റ് ചെയ്ത് മേടിച്ചാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്ര SPF ഉണ്ട്, അല്ലെങ്കിൽ UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ PA+++ എന്നീ പറയുന്ന ടേംസ് ഒക്കെ ആ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്നീ പറയുന്ന ടേംസ് ഒക്കെ ആ ഒരു സൺസ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോന്നായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യത്തെ കാര്യമാണ് SPF എന്ന് പറയുന്നത്. എന്താണ് SPF? SPFിൻ്റെ ഫുൾ ഫോം ആണ് സ്കിൻ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അതാണ് SPF. അപ്പോൾ മറ്റൊരു ടേം നമ്മൾ കേൾക്കുന്നതാണ് PA. അപ്പോൾ PA എന്താണ്? PA എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഗ്രേഡ് ഫോർ UVA. അതായത് ഇനി ഈ PAയും SPFും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കാം. SPF ഞാൻ പറഞ്ഞു സ്കിൻ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അത് UVB റേസിൽ നിന്നും സ്കിന്നിനെ എത്ര മടങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് SPF എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പലതും കാണാം. SPF 15, SPF 30, SPF 50 അങ്ങനെ ഒരുപാട് മെഷർ വാല്യൂസ് ഉള്ള SPF ഉള്ള സൺസ്ക്രീൻസ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കാണുന്നതാണ്. മറ്റൊന്നാണ്
ആണ് PA, പ്രൊട്ടക്ഷൻ ഗ്രേഡ് ഓഫ് UVA. അതായത് UVA റേസിൽ നിന്നും എത്ര മടങ്ങ് അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഗ്രേഡാണ് PA. ഇപ്പോൾ PA പ്ലസ് ഉണ്ട്, PA പ്ലസ് പ്ലസ് ഉണ്ട്, PA ട്രിപ്പിൾ പ്ലസ് ഉണ്ട്, പിന്നെ PA പ്ലസ് 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 പ്ലസ്, അങ്ങനെ അത്രയും ഒക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ PA പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സം UVA പ്രൊട്ടക്ഷൻ, അതായത് കുറച്ച് UVA പ്രൊട്ടക്ഷൻ തരുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് PA പ്ലസ് എന്ന് പറഞ്ഞാൽ. ഇനി PA പ്ലസ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UVA റേസിൽ നിന്നും ഒരു മോഡറേറ്റ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഡബിൾ പ്ലസ് ആയിരിക്കും. ട്രിപ്പിൾ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UVA റേസിൽ നിന്നുള്ള ഒരു ഹൈ പ്രൊട്ടക്ഷൻ. എന്നാൽ PA പ്ലസ് 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 ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഹൈ പ്രൊട്ടക്ഷൻ ഫ്രം UVA എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. SPF എന്ന് വെച്ച് കഴിഞ്ഞാൽ UVB റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ്റെ മെഷറും, PA എന്ന് വെച്ച് കഴിഞ്ഞാൽ UVA റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ്റെ മെഷറുമാണ്. ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ SPF ആൻഡ് PA. എപ്പോഴും നമ്മൾ ഒരു നല്ലൊരു സൺസ്ക്രീൻ നമുക്ക് പറയാൻ പറ്റുക ഒരു നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിനനുസരിച്ച് ഒരു SPF മിനിമം SPF 50 എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. 50 ആൻഡ് എബവ് ആണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിന് നമ്മൾ പറയാറ്. പിന്നെ PA ഫാക്ടർ പറയുകയാണെങ്കിൽ മിനിമം PA പ്ലസ് പ്ലസ് പ്ലസ്, അതായത് ഒരു ഹൈ പ്രൊട്ടക്ഷൻ ഫ്രം UVA എങ്കിലും നമുക്ക് ആവശ്യമാണ്. ഒരു സൺസ്ക്രീൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കുന്നതിന് പകരം അതിന് പുറമെ ഈ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് കൂടെ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക. അതായത് മിനിമം PA ട്രിപ്പിൾ പ്ലസും പിന്നെ എബവ് SPF 50, നിങ്ങൾ 50 ഓർ എബവ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിൽ താഴെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ സൺബേൺ ആവാതിരിക്കും, അതായത് സൺബേൺ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാതിരിക്കും. പക്ഷേ നമുക്ക് ആ UVA ആൻഡ് UVB റേസ് കാരണം നമ്മുടെ സ്കിൻ സെൽസിനുണ്ടാകുന്ന ഡാമേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മുടെ സൺബ്ലോക്കും സൺസ്ക്രീനും അല്ലെങ്കിൽ അതിലെ കുറേ കാര്യങ്ങൾ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, സൺസ്ക്രീൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ നല്ലൊരു എമൗണ്ട് സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫേസിൽ, അതായത് നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം നെക്ക് റീജിയൻ ആയാലും കൈ ആയാലും ഇയർ ഉൾപ്പെടെ എല്ലായിടത്തും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ എപ്പോഴും 3 ഫിംഗർ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 2 ഫിംഗർ റൂൾ യൂസ് ചെയ്യാറുണ്ട്, 3 ഫിംഗർ റൂളും യൂസ് ചെയ്യാറുണ്ട്. സോ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ നമ്മുടെ ഫിംഗേഴ്സിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, അതേപോലെ നെക്ക് റീജിയനിലും അപ്ലൈ ചെയ്യുക. മിനിമം നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 15-20 മിനിറ്റ്സ് മുൻപായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് സ്കിന്നിലേക്ക്, അതായത് കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിലാണ് സ്കിന്നിനുള്ളിലേക്ക് അത് അബ്സോർബ് ചെയ്യാൻ വിട്ട് ഇതിന് ശേഷം നമ്മൾ പുറത്തു പോകാനായിട്ട് നോക്കുക. എങ്കിലാണ് അത് കറക്റ്റായിട്ട് എന്താ പറയുക നമ്മുടെ ഈ ഒരു റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് അല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവറി 1 അവർ ഇടവിട്ട് നിങ്ങൾ റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഒരു 2 hours അല്ലെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ഇത് മാറുന്നതിനനുസരിച്ച് നിങ്ങൾ റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ റീഅപ്ലൈ ചെയ്യാറില്ല. അത് കാരണം തന്നെ നമ്മൾ രാവിലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ബീച്ചിലോ എന്തെങ്കിലും പോയതിന് ശേഷം പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ടാൻ അടിച്ചിട്ടായിരിക്കും വരിക മെയിനായിട്ടുള്ള. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടും ടാൻ അടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, പലപ്പോഴും നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളത് റീഅപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. സോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഓൾ അബൌട്ട് സൺസ്ക്രീൻ ആൻഡ് സൺബ്ലോക്ക് നിങ്ങളുടെ ഒരു സംശയങ്ങൾ തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടത്തുള്ളൂ. സോ താങ്ക് യു.